കോൺഗ്രസിനെതിരെയായിരുന്നു ആരോപണങ്ങളുടെ പെരുമഴ വന്നുകൊണ്ടിരുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് പഴയ ചരിത്രം വരെ എല്ലാവരും എടുത്ത് വിളമ്പി. ഇപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കും, മറ്റുള്ളവർക്കും പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ പറഞ്ഞതെങ്കിൽ അത് CPM-ൽ വീണ് പൊട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ BJP-യിൽ വീണൊരു ചെറിയതൊന്ന് പൊട്ടിയിട്ടുണ്ട്. വലിയ പരിക്കില്ല എന്ന് കേൾക്കുന്നു. പക്ഷേ ഉള്ള പരിക്ക് തന്നെയാണല്ലോ. സി കൃഷ്ണകുമാറിൻ്റെ കാര്യമാണ് പാലക്കാട് ഒരു ആരോപണമുണ്ടല്ലോ സർ. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ വി.ഡി. സതീശൻ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്, ഉള്ള ബോംബ് എന്താണെന്ന് വെളിപ്പെടുത്തണം. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ വ്യവഹാരം, രാഷ്ട്ര വ്യവഹാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. സതീശൻ പക്ഷേ ഈ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് രാഹുൽ ഗാന്ധി പൊട്ടിക്കുന്നില്ലേ ചില ബോംബുകൾ, വോട്ട് ബോംബ്, അതുപോലെ ആയിപ്പോയി, നനഞ്ഞ പടക്കമായിപ്പോയി ബോംബിന് പകരം. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാറിൻ്റെ കാര്യം ഇത് കോടതിയൊക്കെ തീരുമാനിച്ച് കാമ്പില്ല എന്ന് കണ്ട് വിട്ടൊരു കേസാണ്. ഈ സതീശൻ പറഞ്ഞ ശേഷം സന്ദീപ് വാര്യർ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പിന്നെ അതിജീവിത, ഇര തുടങ്ങിയ വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് തോന്നണം സി കൃഷ്ണകുമാർ ഏതോ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് തോന്നണം. അതാണല്ലോ അതിജീവിത, ഇര എന്നൊക്കെ പറയുന്നത്. കേസെന്താ? കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനിയുടെ സഹോദരി, അവർ വേറൊരു മതത്തിലുള്ള ആളെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ മിനിയുടെ അച്ഛൻ, അതായത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ അച്ഛൻ, സ്വത്തുക്കൾ മിനിയുടെ പേരിൽ എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ മിനിയുടെ സഹോദരിക്ക് കൊടുക്കുന്നില്ല. സ്വത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അച്ഛനല്ലേ തീരുമാനിക്കുന്നത്, അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമില്ലേ. അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് കൃഷ്ണകുമാർ അവരെ വീട്ടിൽ ചെന്നിട്ട് മർദ്ദിച്ചു എന്നാണ് അവരുടെ പരാതി. അല്ലാതെ മറ്റേ പീഡന പരാതി അല്ലത്. ഇതാണ് അതിലുള്ള സംഭവം. ഒരു സ്വത്ത് തർക്കത്തിൻ്റെ കേസാണ്. അതിൽ തന്നെ ഈ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലോ മറ്റോ ചെന്നിട്ട് ഈ ഭാര്യയുടെ അച്ഛൻ എൻ്റെ ഒസ്യത്ത് ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് അവകാശമൊന്നുമില്ല, ഒസ്യത്ത് പ്രകാരം മതി എന്ന് പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കോടതി തീരുമാനിച്ച് കഴിഞ്ഞൊരു സ്വത്ത് തർക്ക കേസാണ്. അതിൻ്റെ അകത്ത് എന്ത് പീഡനമാണ് ഇത്? രാഹുൽ മാങ്കൂട്ടൻ ചെയ്തതുപോലെ വലുതും കൃഷ്ണകുമാർ ചെയ്തതായിട്ട് ആരോപണമുണ്ടോ? കൃഷ്ണകുമാറിനെതിരെ വേറെന്തെങ്കിലും കാര്യപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാമായിരുന്നു. ഇതുപോലെ എന്തിനാണ് ഈ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്ന സതീശനെ അല്ല കാണുന്നത്. ആകെ പതറിപ്പോയ ഒരു ശരീരഭാഷയാണത്. അഗ്രസീവ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അകത്ത്. അഗ്രസീവ് എന്നൊക്കെ ഇടയ്ക്ക് കെ സുരേന്ദ്രനൊക്കെ മുമ്പ് പത്രസമ്മേളനം നടന്നിരുന്നപ്പോൾ ചില പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. സതീശൻ പറഞ്ഞതിൻ്റെ അകത്ത് പുതിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജയശങ്കറിൻ്റെ കാര്യം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൻ്റെ കാര്യം, പിന്നെ മറ്റേ പി ശശിയുടെ കാര്യം, CKP പത്മനാഭൻ്റെ മകൾ മുമ്പ് കൊടുത്തൊരു പരാതി ഉണ്ടല്ലോ ശശിക്കെതിരെ. അതിൽ പത്മനാഭനാണ് കുഴപ്പം പറ്റിയേ. പരാതിക്കാരിയുടെ അച്ഛനായ സഖാവ് പാർട്ടിയിലൊന്നും അല്ലാതായിപ്പോയി. ശശി കുറച്ച് ആദ്യം മാറ്റി നിർത്തപ്പെട്ടെങ്കിലും പിന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി അല്ലാതെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി. എറണാകുളത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് അങ്ങനെ ആയി. അപ്പോൾ അതും ഏത് സഖാവിനാണ് അതറിയാത്തത്? ആ കേസ് അല്ലേ, അത് ശശിയുടെ കേസ്. ഒരു ഗുരുതരമായ ആരോപണത്തിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം തീരുമായിരുന്നു MLA സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ. അത് നമ്മൾ പറഞ്ഞാണ് MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഭംഗി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് DYFIക്കാർ ഷാഫി പറമ്പിലിനെ വടകരയിൽ തടഞ്ഞു. കാരണം ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടത്തിനെയും ഇപ്പോൾ ഒന്നായിട്ടാണ് കാണുന്നത് ആളുകൾ. കാരണം ആവശ്യമില്ലാതെ ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു. ഒരു കേസുമില്ല എന്ന് പറഞ്ഞാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് പോലെയോ മുകേഷിൻ്റെ കേസ് പോലെയോ ഒന്നും അല്ലിത്, വിൻസെൻറ്റിൻ്റെ കേസ് പോലെയോ ഒന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഒരു ഗർഭഛിദ്രത്തിൻ്റെ കേസുണ്ട്, നിർബന്ധിത ഗർഭഛിദ്രം. ആ ഒരു പരാതി മറ്റേ കുട്ടികളുടെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സമിതിയില്ലേ, അതിൻ്റെ മുമ്പിലൊരു ശിശുക്ഷേമ സമിതിയിലൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ പരാതി
കൂടുതൽ പരാതിയൊക്കെ ഇനി വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പം അതുകൊണ്ട് കേസ് വന്നപ്പോൾ തന്നെ, ആരോപണം വന്നപ്പോൾ തന്നെ പരാതി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ വോയിസ് ക്ലിപ്പ് വന്നത്. ആ ഇരയുടെ സമ്മതത്തോടു കൂടി അല്ലാതെ വോയിസ് ക്ലിപ്പ് വരുമോ? ഇരയുടെ മൊബൈൽ ഫോണിലല്ലേ ആ ക്ലിപ്പ് ഇരിക്കുന്നത്, ഇര കൊടുക്കുന്നതാണല്ലോ. ഇരയുടെ ഒരു ആക്ഷനാണത്. മാധ്യമങ്ങളിൽ വരട്ടെ, ഇയാൾക്ക് പരിക്ക് പറ്റട്ടെ എന്ന് ഇര തീരുമാനിച്ചാണ്. ഇര കുറച്ച് കഴിയുമ്പോൾ ഇരയ്ക്ക് സമൂഹത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ അവരും രംഗത്ത് വരും. ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുകൂടായികയൊന്നുമില്ല. പിന്നെ ഇവര് പാർട്ടി പൊസിഷനിൽ നിന്നല്ലല്ലോ മാറ്റേണ്ടത്. ഇപ്പോൾ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ ഇറങ്ങാൻ പറ്റില്ല. സത്യത്തിൽ സേഫായിട്ട് നിൽക്കുന്നത് മാങ്കൂട്ടത്തിലാണ്. വീട്ടിൽ സുഖമായിട്ടിരിക്കുകയല്ലേ, ആരും തടയുന്നില്ല. മണ്ഡലത്തിൽ ഇറങ്ങാൻ പറ്റില്ല, നിയമസഭയിൽ പോകാൻ പറ്റില്ല. കാരണം നിയമസഭാ കക്ഷിയിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സതീശൻ. അപ്പോൾ നിയമസഭാ കക്ഷിയിൽ ഇല്ലാത്തതുകൊണ്ട് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവസരം കൊടുക്കില്ല. പിന്നെ പാർട്ടി വിപ്പ് കൊടുക്കുകയാണെങ്കിൽ, വിപ്പ് സാധാരണ ഈ അവിശ്വാസ പ്രമേയമൊക്കെ നടക്കുമ്പോൾ വരുമല്ലോ. ഇയാൾക്ക് കോൺഗ്രസിനല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച ആളല്ലേ. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആള്, മണ്ഡലത്തിൽ കാലുകുത്താൻ പറ്റാത്ത ഒരാള് MLA സ്ഥാനം രാജിവെക്കല്ലേ വേണ്ടേ? അതെ, തീർച്ചയായും അതാണ് വേണ്ടത്. പക്ഷേ അതിൽ നിന്ന് മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനോളം പ്രാപ്തി ഷാഫിക്ക് എങ്ങനെ ഉണ്ടായി എന്നൊരു സംശയമുണ്ട്. ഷാഫിക്ക് എങ്ങനെ എത്ര ശക്തി? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ കോൺഗ്രസ്സുകാരും ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രമുള്ള ചാറ്റുകളും ക്ലിപ്പുകളും ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഭയമാണ്. കാരണം കർശനമായ ഒരു തീരുമാനം സണ്ണി ജോസഫിനും സതീശന് സത്യത്തിൽ മുമ്പ് ഈ സുധാകരൻ ഉണ്ടായപ്പോൾ സുധാകരൻ ഒരു ശല്യമാണെന്ന് സതീശന് തോന്നിയിരുന്നല്ലോ. ഇപ്പോൾ സുഖമല്ലേ, സണ്ണി ജോസഫ് അല്ലേ ഉള്ളത്. അപ്പോൾ സണ്ണി ജോസഫും സതീശനും കൂടി വിചാരിച്ചിട്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഷാഫി പറമ്പിലിൻ്റെ ഗ്രൂപ്പ് സമ്മതിച്ചില്ല. ഷാഫി പറമ്പിൽ പ്രൊട്ടക്റ്റ് ചെയ്തല്ലോ. ഷാഫി പറമ്പിൽ പറഞ്ഞു ഒരു കേസും ഇല്ല, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല. പക്ഷേ ഷാഫിയുടെ കയ്യിലിരുന്ന ഒരു സേഫ് മണ്ഡലമായിരുന്നു പാലക്കാട്. ഇനി മാങ്കൂട്ടത്തിന് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നു. അവസാനം ഈ അടുത്തൊരു നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന പാലക്കാട് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവും. അവിടെ എന്ത് വരുമെന്ന് സാറിന്റെ ഒരു ഊഹം എന്താ? എങ്ങനെ സംഭവിക്കാം ആ പറയുന്ന മണ്ഡലത്തിന്റെ അവസ്ഥ? ആ മണ്ഡലത്തില് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ പേടിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്. കാരണം തെരഞ്ഞെടുപ്പ് നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിനെ പേടിച്ചിട്ട് കൊണ്ടുകൂടിയാണ് MLA സ്ഥാനം രാജിവെക്കാത്തത്. കാരണം ഇത് സണ്ണിയുടെയും സതീശൻ്റെയും തീരുമാനം ഇങ്ങനെയാണ് എന്ന് സതീശൻ ഒരു ദിവസം മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ചിലതും കൂടി വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാവരും കൂടി BJPക്ക് വോട്ട് ചെയ്യുക. കാരണം CPM വളരെ താഴെയാണല്ലോ. സരിൻ അവരെ സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥി ആയിരുന്നു, ഡോക്ടറൊക്കെ അല്ലേ, മറ്റ് സിവിൽ സർവീസിൽ ഒക്കെ പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടും വളരെ താഴെയാണ് പോയത്. 10-15,000 വോട്ട് അല്ലേ, അതെ, ഭൂരിപക്ഷമൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഇപ്പോൾ ഒരു എഡ്ജുണ്ട്. കൃഷ്ണകുമാർ അല്ലെങ്കിൽ വേറെ സ്ഥാനാർത്ഥി വരാമല്ലോ, സുരേന്ദ്രന് മത്സരിച്ചുകൂടെ ഇപ്പോഴത്തേക്ക് അവസ്ഥയിൽ. പക്ഷേ 5-6 മാസത്തേക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ BJPക്ക് ഒരു സീറ്റും കൂടി, മറ്റേ ഒരു MP ഉണ്ട്, ഒരു MLAയും കൂടി ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ഒരു BJPക്ക് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു MLA കിട്ടിയെന്നിരിക്കട്ടെ, ആള് തന്നെയായിരിക്കുമല്ലോ. അതെ, 9 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയായിരിക്കുമല്ലോ. അതൊരു കുഴപ്പമാണ് എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ബ്ലാക്ക് മെയിലിംഗ്, ആ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് പാലക്കാട് കുറച്ചുകൂടി വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാന്നറിയാമോ? ഇനി സന്ദീപ് വാര്യരാ. അതെ, സന്ദീപ് വാര്യർ രാവിലെ 6:30 ആകുമ്പോൾ തോറ്റു പോവില്ലേ ഇന്നത്തെ അവസ്ഥയിൽ? അതുപോലെയല്ലേ ഈ ആളുകളെ വെറുപ്പിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞാൽ ഈ BJPയിലും RSSന്റെയും സവർക്കറെ ഉൾപ്പെടെ ഇല്ലേ, ഗോൾവർക്കർ,
ഇങ്ങനെ എല്ലാവരെയും ചീത്ത പറയുന്ന, ഇല്ലേ, ജീവിച്ചിരിക്കാത്ത ആളുകളെയൊക്കെ പരിദൂഷണം പറയുന്നുണ്ട് എല്ലാവരെയും. താൻ വെച്ച് ബാക്കി എല്ലാവരും പൊട്ടന്മാരാണെന്നുള്ള മട്ടിലാണ് സന്ദീപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സന്ദീപിനെ സ്ഥാനാർത്ഥി ആക്കാതിരിക്കാൻ പറ്റുമോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ? അപ്പോൾ സന്ദീപിനെ കൂടി പേടിച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നത്. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.